പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രീമദ് ഭാഗവതാമൃതത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദുര്യോധനൻ്റെ പുത്രിയായിരിക്കുന്ന ലക്ഷ്മണയെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായിരിക്കുന്ന സാമ്പൻ വിവാഹം കഴിച്ചു. അതിൽ രാമന് കുറച്ച് തൻ്റെ ആ ഒരു വേഷം എടുക്കേണ്ടി വന്നു. ഹസ്തിനാപുരിയിൽ അങ്ങനെ ഗംഗയിലേക്ക് ആകർഷിച്ച് കലക്കി മറിച്ച് ഇല്ലാണ്ടാക്കും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴേ ദുര്യോധനന് സമ്മതിക്കാൻ മനസ്സുണ്ടായുള്ളൂ. അതായത് ചിലരൊക്കെ അങ്ങനെയാണ്. ഈ താമസബുദ്ധി ഉള്ളവർക്ക് പശൂനാം ലഘുടോ യഥ ശിക്ഷ തന്നെ വേണം. രാജസബുദ്ധി ഉള്ളവർക്ക് ഉറക്കെ ശാസിച്ചാൽ മതി. സാത്വിക ബുദ്ധി ഉള്ളവർക്ക് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അത് അരിച്ചേരുത് എന്ന് പറഞ്ഞാൽ ശീല. രാജസുള്ളവർക്ക് ഉറപ്പിച്ച് തീർച്ചപ്പെട്ട് പറയണം. എന്നോടല്ലേ പറഞ്ഞത് ചെയ്യരുതെന്ന്, പിന്നെ എന്താ തന്നെ ചെയ്യണം എന്ന് ചോദിച്ചാൽ രാജസക്കാർ അനുസരിക്കും എന്നാണ്. അതുകൊണ്ടും അനുസരിക്കില്ല താമസക്കാർ. പിന്നെയും തഞ്ചം കിട്ടിയാൽ ചെയ്യും. അവർക്ക് നല്ല ശിക്ഷ തന്നെ പറ്റൂ. ഒന്നെങ്കിലോ ഫൈനിടുക, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക. അങ്ങനെ 3 തരക്കാരുണ്ട്. സാത്വികൻ്റെ രാജസവും താമസവും അനുസരിക്കുന്ന വിഷയത്തിലും ഉണ്ട്. അപ്പം അതായത് താമസ രീതിയിലാണ് ശിക്ഷ തന്നെ വേണ്ടി വന്നത്. അതാണ് കഴിഞ്ഞിട്ട് ശ്രീനാരദ മഹർഷി ഭഗവാന്റെ ഗ്രാഹസ്ഥ്യം ഒന്ന് കാണണം. ചില ലീലകൾ, ചില ചോദ്യോത്തരങ്ങൾ ഒക്കെ ഈ മഹാന്മാർ നമുക്ക് വേണ്ടിയിട്ട് ചെയ്യും എന്നാണ്. നാരദനിപ്പോൾ ഭഗവാനിലൊരു അങ്ങനൊരു പരീക്ഷണ ബുദ്ധി ഉണ്ടാവാൻ ശരിക്കും വരച്ച സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് അറ്റത്തെ ഭക്തനാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷണ വേഷം കെട്ടിയതാവാൻ സാധ്യതയുണ്ട് എന്നാണ് ചിലരുടെ അഭിപ്രായം. ശൗനകാദികളുടെ ചില ചോദ്യങ്ങൾ, പരീക്ഷത്തിൻ്റെ ചില ചോദ്യങ്ങൾ ഒക്കെ നമുക്ക് വേണ്ടിയാണ് ചോദ്യം. സത്യത്തിൽ അവർക്കൊക്കെ അറിയാതെ, അവർക്കറിയായൊന്നുമില്ല. പക്ഷെ നമുക്ക് വേണ്ടി ചോദ്യം ചോദിച്ചാലല്ലേ അതിൻ്റെ ഉത്തരം പറഞ്ഞ് നമ്മുടെ സംശയം തീർക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലെ ഒരു ലീല ഈ 16,108 പത്നിമാരോട് കൂടിയിട്ട് ഭഗവാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നത് എന്നൊന്ന് കാണണം. അപ്പം നമുക്കും ആ തത്വം ആ കഥയെ കൂടെ മനസ്സിലാവും. നാരദന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യും. 2 ഉദ്ദേശം വെച്ചിട്ടാവാം. മനോഹരമായിരിക്കുന്ന ആ ദ്വാരകയെ കുറച്ചങ്ങനെ നരകാസുരനെ വധിച്ച് 16,100 സ്ത്രീകളെ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ അതൊന്ന് കാണണം. ഗൃഹേഷു ദഷ്ടസാഹസ്രം സ്ത്രീയ ഏക ഉദാവഹത് ഇത്യുത്സുകോ ദ്വാരപതിയും ദേവർഷി ദൃഷ്ടുമാകവൻ. കാണാനുള്ള ഔത്സുക്യം കൊണ്ട് ദേവർഷി അവിടേക്ക് വന്നു. മനോഹരമായിട്ട് വിരിഞ്ഞ താമരക്കുളങ്ങൾ, മറ്റ് പുഷ്പങ്ങൾ, പക്ഷികൾ, വണ്ടുകൾ, അനവധി പ്രാസാദം, കൊട്ടാരങ്ങൾ, കെട്ടിടങ്ങൾ ഇതൊക്കെ കണ്ട് നന്നായി വെടുപ്പാക്കപ്പെട്ട റോഡുകൾ. വിഭക്തരത്യാപഥ ചത്വരാപണൈ. രത്യാപഥം എന്ന് പറഞ്ഞാൽ റോഡ്, ചത്വാരം എന്ന് പറഞ്ഞാൽ കവലകൾ, വൃത്തിയാക്കി വെച്ച 4 കവലകൾ. ചപ്പ് ചവറിട്ടിട്ടോ വൃത്തിയില്ലാത്ത സാധനങ്ങൾ എറിയുക ഇതൊന്നും പണ്ട് പതിവില്ല. നല്ല നല്ല നഗരങ്ങളിലൊക്കെ ആ നിയമങ്ങൾ ഇന്നത്തേക്കോളം പാലിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ധാരകട കാര്യം പിന്നെ പറയാനില്ല. നോക്കി നിർത്തുന്നത് ഭഗവാനാണല്ലോ. വിഭക്തരത്യാപഥ ചത്വരാപണൈ ശാലാതപാപി രുചിരാം സുരാലൈ. നല്ല 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 മന്ദിരങ്ങൾ ഒക്കെ അത് കാണുന്നു. സംസിക്ത മാർഗാങ്കണ വീതി ദേഹലിയും പതത് പതാകാധ്വജവാരിദാതമാം. നല്ല നല്ല കൊടികൾ, പതാകകൾ അതൊക്കെ അവിടെയും ഇവിടെ ഇങ്ങനെ നാട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മനോഹരമായ ദ്വാരക കണ്ട് ദേവർഷിയായിട്ടുള്ള നാരദൻ അവിടേക്ക് അങ്ങനെ ചെന്നു. ഇന്ദ്രനീലം, രത്നം, വൈഡൂര്യം മുതലായിട്ടതൊക്കെ പതിച്ച ചുമരുകളിലുള്ള അതിവിശിഷ്ടങ്ങളായ പല മുറികൾ. 16,108 അന്തപ്പുരമൊക്കെ ഭഗവാന്റെ അന്തപ്പുരമാണ്. അപ്പോൾ പേരിന് ഒരു ഗൃഹം ആയിരിക്കില്ല അത്. നല്ലപോലെ വിലപിടിച്ച
രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ഇന്ദ്രനീലമയെ കുട്ടിയെ ജഗത്തിയ ചാഹതത്തിഷ ദാന്തേർ ആസന പര്യങ്കൈർ. ആനക്കൊമ്പോണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളാത്രേ പല ദിക്കിലുള്ളത്. അപ്പം തന്നെ മനസ്സിലാവും സുമാർ അതിൻ്റെ നിലവാരം എന്താണ്. രത്നപ്രദീപ നികരദ്വിതിബിർ നിരസ്തകാന്തം വിചിത്ര വലപീഷ ശിഖണ്ഡി നോങ്ക. ധാരാളം മയിലുകൾ മറ്റു പക്ഷികളൊക്കെ നൃത്യന്തി എത്ര നൃത്തം ചെയ്യുന്നത് കാണാം. ധാരാളം ഉപവനങ്ങൾ ഒക്കെ ഉണ്ട്. ഉപവനങ്ങൾ, തോട്ടങ്ങൾ, പുഷ്പങ്ങൾ, ചെറിയ പുഷ്പങ്ങൾ ഉള്ളത്, വലിയ വൃക്ഷങ്ങളുള്ളത് ഒക്കെ മനോഹരമാണ്. അങ്ങനെയുള്ള ദിക്കിലൊക്കെ കണ്ട് മയിലുകൾ നൃത്തം ചെയ്യുന്നത് കണ്ടു. ചാമര വ്യജനേന രുക്മദണ്ഡേന സാത്വതപതിയും പരിവീജയന്ത്യ. പത്നിമാർ മനോഹരമായിട്ടുള്ള തൂവെള്ള വെഞ്ചാമരം കൊണ്ട് അവരുടെ സർവേശ്വരനായിരിക്കുന്ന സർവമായിട്ടുള്ള എന്ന് പറയാന്നുള്ളത് അവരുടെ സർവം ആയ ഭഗവാനെ വീശുന്നത് നാരദൻ കണ്ടു. ഇവിടെ പതി എന്ന് പറയുമ്പോൾ കേവലം ഭർത്താവും കൂടിയല്ല, അവരുടെ ആത്മാവാണ്, ഈശ്വരനാണ് അല്ലേ. അപ്പം ഈശ്വരനെ ഭർത്താവായിട്ട് കിട്ടാവുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ഭർത്താക്കന്മാരുണ്ടാവട്ടെ, ഈശ്വരൻ ഭർത്താവുക എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലപോലെയുള്ള അഭിമാനവും സന്തോഷവും കൊണ്ട് വെഞ്ചാമരം കൊണ്ട് വീശുന്നതായിട്ടും കണ്ടു. അങ്ങനെ ഒരു അന്തഃപുരത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. കൃഷ്ണൻ അവിടെ എന്താണ് ചെയ്യുന്നത്? സംഭൂജ്യ ദേവഋഷിപുരാണോ നാരായണോ നരസഗോവിദിനോദിതേന വണ്യാഭിഭാഷ്യ മിതയാമൃതമിഷ്ടയാതേ മിഷമിഷ്ടയാ തം പ്രാഹപ്രഭോ ഭഗവതേ കരവാമഹേഹിം. നാരദൻ ഭക്തനാവുക, ജ്ഞാനിയാവുക അല്ലേ, അപ്പോൾ ഋഷിയാവുക. തൻ്റെ അവിടെ കയറി വരുമ്പോൾ എങ്ങനെയാണ് ആതിഥ്യമര്യാദ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, കാണിച്ചു തരാണ്, പറയല്ല. ഭഗവാൻ എപ്പോഴും കാണിക്കുകയാണ്. അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. പണ്ടൊക്കെ ഈ 2-3 കാര്യങ്ങൾ പ്രത്യേകം ചിന്തിക്കണം എന്നാണ്. അതിഥി വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ബഹുമാനത്തോടു കൂടിയിട്ട്, അപ്പോൾ ഭഗവാൻ നാരദനാണ്, ദേവർഷിയാണ്, ഭക്തനാണ്. നാരായണോ നരസക, വളരെയധികം യോഗ്യതയുള്ള നാരായണോ നരസകം മുതലായിട്ടായ അതുപോലെ സ്ഥാനത്ത് ബഹുമാനിക്കേണ്ട ആളായതുകൊണ്ട് എന്ത് ചെയ്തു? കമ്പൂജ്യ ദേവഋഷിവര്യം ഋഷിപ്പുരാണോ വിധിപ്രകാരം ഒക്കെ ചെയ്തിട്ട് കാല് കഴിക്കുക, അർഘ്യപാദ്യാദികൾ കൊടുക്കുക, എല്ലാം ചെയ്തു. സാനം ഭഗവാൻ ചോദിച്ചു, പ്രാഹപ്രഭോ ഭഗവതേ കരവാമഹേ കിം. ഞാൻ അങ്ങേക്ക് എന്താണ് ചെയ്യേണ്ടത്? അതിഥിയായിട്ടുള്ള അങ്ങേക്ക്, ആതിഥേയനായിട്ടുള്ള ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദയവായി പറഞ്ഞാലും. നാരദൻ അത്ഭുതം വിട്ടു. താൻ മഹാരീതിയിൽ ഭഗവാനായിട്ട് ഭജിക്കണ ഭഗവാൻ ഇപ്പോൾ ഒരു ഭൃത്യനെ പോലെ പെരുമാറുന്നു തന്നോട്. എന്തൊരു വിനയമാണത്! നാരദൻ മറുപടി പറയുകയാണ്, നൈവാത്ഭുതം ദേവി ഭോഗില ലോകനാഥേ മൈത്രീ ജനേഷു സകലേഷു ദമക്കലാനാം തിശ്യേയസാചകിജഗസ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാര ഉരുകായ വിധാമ സുഷ്ടു. താൻ പരീക്ഷിക്കാനാണ് വന്നത് എന്ന് പറയാൻ പറ്റുമോ? ഭഗവാനെ ഞാൻ അങ്ങേ പരീക്ഷിക്കാനാണ് വന്നിരിക്കണം കേട്ടോ എന്ന് അത് പറഞ്ഞില്ല. അത് ഉള്ളിലൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ പറഞ്ഞത് എന്താ? ലേശം വിപരീതമായിട്ടാണ്. അങ്ങയുടെ ലീലകൾ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് 16,108 അന്തഃപുരത്തിൽ ഈ പത്നിമാരോട് കൂടിയിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, മൈത്രീജനേഷു സകലേഷു ദമക്കലാനാം. സജ്ജനങ്ങളെ രക്ഷിക്കാനും ദുർജനങ്ങളെ ശിക്ഷിക്കാനും ആണല്ലോ അവിടുത്തെ അവതാരം. മൈത്രീജനേഷു സകലേഷു ദമക്കലാനാം. കലന്മാർ, ദുഷ്ടന്മാർ. ദമ അവരെ ശിക്ഷിക്കുക. അപ്പോൾ അവർക്ക് ശിക്ഷ കൊടുക്കാനായത് കൊണ്ട് അങ്ങനെയുള്ള അവതാരം അങ്ങയുടെ ഉദ്ദേശമായതുകൊണ്ട് നൈവാത്ഭുതം. അങ്ങയുടെ ഈ പെരുമാറ്റത്തിൽ അത്ഭുതമില്ല. ഇങ്ങനെ തന്നെയാണ് അങ്ങ് പെരുമാറേണ്ടത്. ഞാൻ വന്നത് എന്തിനാണ്? നിശ്ചയസായകി ജഗത്തിഥി ലക്ഷണാഭ്യാം. ലോകത്തിൻ്റെ ഉത്പത്തി, തിഥിലയം മുതലായിട്ടുള്ളതിനൊക്കെ ആസ്പദം അവിടുന്നാണ്. അങ്ങയുടെ അവതാരം കാണാൻ വന്നതാണ്. സ്വൈരാവതാര ഉരുകായ വിധാമ സുഷ്ടു. ആ അവതാരം ലീലകൾ ഒക്കെ ഒന്ന് കാണാൻ വന്നതാണ്. പിന്നെ വേറൊരു ഉദ്ദേശമുണ്ട്. അതെന്താ? ദൃഷ്ടന്തവാംഗ്രിയുഗളം ജനതാപവർഗം ബ്രഹ്മാതിവിർ ഇത് വിചിന്യമഗാധബോധൈ. ഭഗവാന്റെ പാദപത്നത്തിൻ്റെ മഹാത്മ്യം ചിന്തിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റിയതല്ല. ബ്രഹ്മാദിദേവന്മാർക്ക് ചിന്തിച്ചിട്ട് അറ്റം കിട്ടിയിട്ടില്ല അതിൻ്റെ മഹത്വം എന്താണ്
എന്ത് വിഷമം വരുമ്പോഴും ഭക്തന്മാർ എന്തിനെ ധ്യാനിക്കുക? ഭഗവാന്റെ പാദങ്ങളെയാണ്. അപ്പോൾ അതിന് മഹാത്മ്യമില്ലാണ്ടിരിക്കുമോ? അതെങ്ങനെ വാക്കുകൊണ്ട് പറയാൻ പറ്റുക? വാക്കുകൊണ്ടൊന്നുമല്ല, അനുഭവം കൊണ്ടും അനുഭവിച്ചിട്ടേ മനസ്സിലാക്കാൻ പറ്റൂ. ഭഗവത് പാദപത്മത്തെ ചിന്തിക്കുമ്പോൾ ഒരു ജീവനുണ്ടാവുന്ന സുഖം, അല്ലെങ്കിൽ നേട്ടം, അല്ലെങ്കിൽ ഉയർച്ച എന്താണ് എന്നൊക്കെ ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ? അത് ധ്യാനിച്ച് ഉപാസിച്ച് സ്വായത്തമാക്കി അനുഭവിച്ചവർക്കേ അത് പറയാൻ പറ്റൂ. ചില്ലറ വാക്കൊന്നും അതിന് മതിയാവില്ല. അതാണ് ബ്രഹ്മാതി വിചിന്യം അഗാധബോധൈ. അഗാധമായിരിക്കുന്ന ജ്ഞാനിയായിരിക്കുന്ന ബ്രഹ്മാവിനെ പോലെയുള്ളവർ ചിന്തിച്ച് അവർക്ക് പോലും ചിന്തിക്കാനാവാത്ത, എന്നിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു, സംസാരകൂപപതിതോ തരണാവലംബം. ഈ ലോകത്തിൽ വന്ന് പെട്ടിട്ട് കര കാണാതെ വിഷമിക്കണ കുറേ ജീവന്മാരാണ് എല്ലാവരുടെയും കഥ. ഒന്നല്ലെങ്കിൽ ഒന്ന്, നമുക്കൊരു കാര്യം കുഴപ്പമില്ല വെച്ചാൽ വേറൊരു കാര്യം കുഴപ്പമുണ്ടാവും. അപ്പം അവർക്ക് ഈ കാര്യമാവില്ല കുഴപ്പമുണ്ടാവും, വേറൊന്നാവുന്നേ ഉള്ളൂ. ഏതൊരാൾക്കും ഈ ശരീരം എടുത്താൽ വിഷമങ്ങളുണ്ട്. ജീവികൾക്ക് നോക്കൂ, സ്വൈരമുണ്ടോ? എപ്പോഴാണ് മനുഷ്യന്മാരുടെ ഉപദ്രവം ഉണ്ടാവുക? പക്ഷേ മറ്റ് ജീവികളുടെ ഉപദ്രവം ഉണ്ടാവുക? അത് മറ്റേ ജീവികൾക്ക് അധികം ഉണ്ടാവുക. നമുക്ക് പിന്നെ അങ്ങനെയുണ്ട് ഇല്ല. ഇവിടെയൊക്കെ ഉണ്ടോ? കാട്ടാനകളുടെ ശല്യമുള്ള ദിക്കിലേ ഉള്ളൂ. അല്ലാത്തപ്പോൾ അത്ര റോട്ടിൽ കൂടെ നടക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവണില്ല. പക്ഷേ ജീവികൾക്ക് അതും തൊഴിലല്ലേ. എപ്പോൾ വേണമെങ്കിലും മറ്റ് ജീവികളുടെ ആക്രമണമോ വന്നിട്ട് വീഴാം. നമ്മളാണെച്ചാൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യും. മനുഷ്യന്മാരെ അപ്പം അവർക്കുണ്ടോ സ്വൈരം? ഈ പ്രപഞ്ചത്തിൽ വന്നു പെട്ടാൽ ഒരു ജീവിക്കും ഇല്ല സ്വൈരം. അപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു മാർഗ്ഗമുണ്ട് ഭഗവാനെ ചിന്തിക്കുക. അതിന് ഗുണമുണ്ട്, അത് മറ്റു ജീവികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സർവേശ്വര സംസാരകൂപപതിതോരണാവലംബം, അതിലിങ്ങനെ പെട്ടിങ്ങനെ ഉഴലുകയാണ്. നമ്മൾ വിചാരിക്കുക നമ്മൾ സ്വതന്ത്രരാണ്. എന്ത് സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്? ഈ ശരീരത്തെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം കൂടി നമുക്കില്ല. ഈശ്വരൻ വിചാരിക്കണം, കാല് പിടിച്ചാൽ കഴിഞ്ഞു അവിടെ കട. അപ്പോൾ ഉഴലുകയാണ്, നമ്മൾ മുഴുവൻ ഉഴൽന്ന് ബുദ്ധിമുട്ടുകയാണ് ശരീരവും വെച്ചിട്ട് എന്നർത്ഥം. അപ്പോൾ അതിന് ആശ്രയമായതായ, അവർക്കെന്താണ് ആശ്രയം? അങ്ങയുടെ പാദപത്മം. അതിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ധ്യായഞ്ചരമ്മനഗൃഹാണ യഥാ സ്മൃതി സ്യാത്. ആ പാദപത്മത്തിൻ്റെ മഹത്വം അറിഞ്ഞ് ഒന്ന് കണ്ട് വന്ദിക്കാനായി കൊണ്ട് വന്നതാണ്. ഞാൻ പിന്നെ വരാം. ഭഗവാനെ അടുത്ത അന്തഃപുരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നാരദൻ അവിടുന്ന് പോയി. ബാക്കി നമുക്ക് പിന്നീട് പറയാമെന്നും പറഞ്ഞൊരു പോക്ക്. തദന്യതാവിശഗേഹം കൃഷ്ണപത്ന്യാസ നാരദ യോഗേശ്വരേശ്വരസ്യാംഗ യോഗമായ വിവിത്സയ. മറ്റൊരു അന്തഃപുരത്തിൽ കയറി. രുക്മിണീരാമ്പതി പറഞ്ഞിട്ട് അനവധി ഉണ്ടല്ലോ. അതിൽ കയറിയപ്പോൾ എന്താണ്, പത്നി അതുപോലെ തന്നെ ഉദ്ധവൻ മുതലായിട്ടുള്ളവരോടൊക്കെ കൂടിയിട്ട് ഭഗവാൻ ഇരിക്കുകയാണ്. ദേവർഷിയായിട്ടുള്ള നാരദൻ വന്നപ്പോൾ അതാ പ്രത്യുത്ഥാനാസനാതിഭി എഴുന്നേറ്റു ഭഗവാൻ. ഒരു അതിഥി വീട്ടിൽ വന്ന ആദ്യം ചെയ്യേണ്ടത് കസേലയിൽ തന്നെ ഇരുന്നിട്ട് എന്താ എന്ന് ചോദിക്കുകയല്ല, നീക്കുക. അയാളോട് കാണിക്കുന്ന ആദ്യത്തെ ബഹുമാനം നമ്മൾ എഴുന്നേൽക്കുക, നമ്മുടെ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് എഴുന്നേൽക്കുക എന്നാണ്. അവരിരുന്നിട്ട് എത്രേ നമ്മളിരിക്കാൻ പാടൂ, നീക്കണം. നമ്മൾ ഏത് സീറ്റിലിരിക്കുകയാണെങ്കിലും നീക്കുക. എന്നിട്ട് അവരോട് ഇരിക്കാൻ പറഞ്ഞ് അവരിരുന്നിട്ട് വേണം നമ്മളിരിക്കാമെന്നാണ്. ഇവിടെ ഭഗവാൻ എഴുന്നേറ്റു. പ്രത്യുത്ഥാന ആസനാദിപി എഴുന്നേറ്റിട്ട് ചോ കിറിയതേ കിന്നപൂർണാനാം അപൂർണൈരസ്മദാധിപി. നാരദ, ഞങ്ങളിതാ ഈ ഗൃഹസ്ഥന്മാർ ഇവിടെ ഇങ്ങനെ കടന്നുഴല്ല, സംസാരത്തിൽ പെട്ടിട്ട് കുറച്ചൊന്നും അല്ലല്ലോ ഇവിടെ പ്രാരബ്ധം. അങ്ങണച്ചാലോ സ്വൈരായിട്ട് സഞ്ചരിക്കണു അല്ലേ? അപ്പോൾ അപൂർണന്മാരാണ് ഞങ്ങൾ എന്നർത്ഥം. നിങ്ങളോ പൂർണ്ണന്മാർ. അങ്ങനെ അപൂർണന്മാരായിരിക്കുന്ന ഞങ്ങൾ പൂർണ്ണന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? പൂജിത പരയാ പറഞ്ഞു ക്രിയതേ കിന്നു പൂർണ്ണാനാം അപൂർണൈരസ്മദാദിബി. അപൂർണന്മാരായിരിക്കുന്ന അസ്മത് ഞങ്ങൾ ക്രിയതേ കിന്നു പൂർണ്ണാനാം, നിങ്ങളെപ്പോലുള്ള പൂർണ്ണന്മാർക്ക് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെക്കൊണ്ട് എന്താണ് നിങ്ങൾക്കൊക്കെ കാര്യം എന്നങ്ങനെ ചോദിച്ചു. ഇതേപോലെ പറഞ്ഞു, ഭഗവാനെ കുറച്ച് തിരക്കുണ്ട് കേട്ടോ, ഞാൻ പിന്നെ വരാം. ഇത്രയേ ഉള്ളൂ, ഒന്ന് കാണുക എന്നല്ലാണ്ട് അവിടെ വേറെ വിഷയമൊന്നും ആയിരുന്നില്ലല്ലോ, ഇവിടെ വരണം. അടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു അന്തഃപുരത്തിലേക്ക് പോയി. അതാ ബിപ്രോഹിനോ ബ്രഹ്മൻ ജന്മേത ചോപനം ഗുരു
സതു വിസ്മിത ഉത്തായ തൂഷ്ണീമന്യഥഗാത് ഗൃഹം തത്രാപ്യചട്ടഗോവിന്ദം ലാളയന്തം സുധാൻ ശിശുൻ. കുട്ടികളെ കളിപ്പിക്കുക, ലോകനാഥനായിട്ടുള്ള ഭഗവാനെ കുട്ടികളെ കളിപ്പിച്ചിരിക്കുക. നാരദൻ വന്നു, സ്വീകരിച്ചു, എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഭാര്യ അവിടെ എന്താ വെച്ചാൽ പണി എടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് കുറച്ച് കുട്ടികളെ കളിപ്പാട്ടങ്ങളോ പമ്പരോ കളിക്കോപ്പോ ഒക്കെ പന്തൊക്കെ വെച്ച് ഒരു ഗൃഹസ്ഥൻ കളിപ്പിക്കണ പോലെ ലാളയന്തം സുധാൻ ശിശുൻ കുട്ടികളെ കളിപ്പിക്കുന്നതായിട്ട് കണ്ടു പറയണം. അവിടുന്ന് വേറൊരു തീ പോയപ്പോഴോ ചുക്കന്തഞ്ച വിധാന അഗ്നിൻ്റെ ജന്തം പഞ്ചബിർമകൈ. ഗൃഹസ്ഥനായ പഞ്ചയജ്ഞം ചെയ്യുക, അഗ്നിഹോത്രം ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ട് പണ്ട്. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഹോമം അഗ്നി ജ്വലിപ്പിച്ച് ആ ഹോമാദികളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. വേഗം അവിടുന്ന് ഇറങ്ങി വേറൊരുത്തിരിക്ക് പോയപ്പോൾ ഭോജയന്തം ദിജാൻഗാബി പുഞ്ചാനാമവശേഷിതം. ബ്രാഹ്മണർക്ക് മഹത്തുക്കൾക്ക് അന്നദാനം ഭക്ഷണ സമയമായപ്പോൾ അവർക്ക് അതിങ്ങനെ കൊടുക്കുകയാണ്. ഗൃഹസ്ഥൻ്റെ പഞ്ചയജ്ഞത്തിൽ ഒന്നാണത്രേ ഭക്ഷണം കൊടുക്കുക. പഞ്ചയജ്ഞം എന്നാ പറയുക, ഭൂതയജ്ഞം, നരയജ്ഞം എന്നൊക്കെ പറഞ്ഞ് 5 യജ്ഞങ്ങൾ ഒരാൾ ചെയ്യാണ്ട്, പിതൃയജ്ഞം, അത് ശാർദോട്ട മുതലായിട്ടുള്ളതൊക്കെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുക, നമ്മുടെ കുട്ടികളെ വേണ്ട പോലെ നോക്കുക. ഈ 3 ഭാഗമുണ്ട് പിതൃയജ്ഞത്തിന് എന്നാണ്. മരിച്ചവർക്ക് ചാത്തോട്ട മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാണ്ട് മരിച്ച മാത്രം ചാത്തോട്ടിയിട്ട് കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കരുത്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ടത് കൊടുത്ത് നോക്കുക. അതാരുടെ ബാധ്യത? മക്കളുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ അവർക്ക് വേറെ എന്ത് സൽക്കർമ്മം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പം അത്തരം പഞ്ചയജ്ഞങ്ങൾ സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണു ഭഗവാൻ. പിതൃയജ്ഞം, നരയജ്ഞം, ദേവയജ്ഞം അതൊക്കെ ചെയ്തിട്ടോ. ക്വാപി സന്ധ്യാമുപാസീനം ജപന്തേ ബ്രഹ്മവാക്യതം. സന്ധ്യാസമയത്ത് സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ട് കണ്ടു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പേ ത്രേഗായത്രി ജപിക്കേണ്ടത്, കാണാതെ ജപിക്കണം എന്നാണ്. വൈകുന്നേരം അസ്തമിക്കുന്നതിൻ്റെ മുമ്പേ കണ്ടിട്ട് ജപിക്കണം എന്നാണ്. കാണാതെ ജപിക്കുക, കണ്ടിട്ട് ജപിക്കുക ഗായത്രി. അപ്പോൾ ആ മാതിരി സന്ധ്യാ ഉപാസീനം ജപന്തം ബ്രഹ്മവാക്യതം. ബ്രഹ്മവാക്യം എന്ന് പറഞ്ഞാൽ ഗായത്രിയാണ്. ഗായത്രി മന്ത്രം ഉപാസിക്കുന്നതായിട്ട് സന്ധ്യാവന്ദനം ചെയ്യുന്നതായിട്ട് കണ്ടു. അശ്ചേർഗജേരതേക്വാപി വിചരന്തം ഗതാഗ്രജം. അതുപോലെ തന്നെ കുതിരസവാരി, ആനസവാരി, ഇതിനൊക്കെ ലേശൊരു പരിചയം വേണം. ആനപ്പുറത്ത് അമർന്നിരുന്നാൽ അത് കുത്തിയിട്ട് എല്ല് കുത്തി അല്ലാതെ അവശരാവും നമ്മളപ്പോൾ. ലേശൊന്നും അമരാതെ ഇരിക്കണം എന്നാണ്. ഒന്നിങ്ങനെ ഒരു ബലം പിടിച്ചിരുന്നാലേ എത്രയും ഇരിക്കാൻ പറ്റും, സോഫയൊന്നും അല്ലാതെ. അപ്പോൾ ആനസവാരി, കുതിരസവാരി അതിലും അപകടം പിടിച്ചു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ശീലിക്കുകയാണ്. അത് കണ്ടു. ദിവസവും ആ ബന്ധം വിട്ടാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അശ്യർ ഗജേ രഥൈക്വാപി വിചരന്തം ഗതാകൃതം ക്വചിച്ചയാനം പര്യങ്കേ സ്തൂയമാനം ജവന്തിഭി. ചില ആൾക്കാരൊക്കെ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട് ചില ദിക്കിൽ. മന്ത്രയന്തൻ്റെ കത്മഞ്ചൽ മന്ത്രിപിച്ചോദ്ധവാദിഭി. ഉദ്ധവാദികളോട് കാര്യാദികളെക്കുറിച്ച് ചിന്തിക്കുന്നു. എങ്ങനെയായാൽ യുദ്ധം ഒഴിവാക്കാം, അവിടെ യുദ്ധം വേണ്ടി വരും അല്ലേ ഉദ്ധവ? അങ്ങനെയാണെങ്കിൽ പ്രകാരം യുദ്ധം, സന്ധി മുതലായിട്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ജലക്രീഡാരഥം ക്വാഭിഭാരമുഖ്യാബലാവൃതം. ജലക്രീഡ ചെയ്ത് വെള്ളത്തിൽ കുളിച്ച് രസിച്ച് അങ്ങനെ നേരം വരുമ്പോക്ക് അതും വേണം ഗൃഹസ്ഥനായാൽ. കൃത്തചിദ്ജമുഖേപ്യോരതംഗാതൊലങ്കൃത ഇതിഹാസ പുരാണാനി ശുണ്ണന്തം മംഗളാനി ച. വീടായാൽ ഇതിഹാസം, പുരാണം ഇതൊക്കെ കുറച്ച് വായിക്കുക, കേൾക്കുക ഒക്കെ വേണം എന്നാ ഭഗവാൻ അനുഷ്ഠിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കണ, പറയലല്ല. അത് കേൾക്കാനോ അറിയാനോ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ? പണ്ടൊക്കെ ഒരാൾ രാമായണം വായിച്ചാൽ മറ്റുള്ളവരത് കേൾക്കുക, സംശയം ചോദിക്കുക, അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ പറയുക, അങ്ങനെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം യാതൊന്നുമില്ല, ഇതിഹാസവും ഇല്ല, പുരാണവും ഇല്ല, ഒക്കെ TV സീരിയലും മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് എന്താ പറയുക? മൂർക്കം പാമ്പിൻ്റെ ഓരിക്കുറുക്കൻ്റെ മാളം എന്ന് പറയാം. അങ്ങനത്തെ വീടിനെയൊക്കെ ഭാഗവതം പറയണതാണ്, നമ്മൾ പറയണതല്ല. ഈശ്വര കാര്യങ്ങൾ ഇതിഹാസ പുരാണാനി ശുണ്ണന്തം മംഗളാനിജ. നമുക്ക് ഏത് സമയം സമയമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും അവൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണിക്ക് അങ്ങനെ വായിക്കണ എത്രയോ ആൾക്കാർ ഞങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് 11 മണിക്ക് ഊണ് കഴിക്കുന്ന ഇടയ്ക്കുള്ള ഫ്രീ ടൈം. ചില ആൾക്കാർ ഊണ് കഴിഞ്ഞിട്ടാവും സൗകര്യം. ഉച്ചയുറക്കം വേണ്ട എന്ന് വയ്ക്കും, ഉറങ്ങണത് കേടാ, അപ്പോൾ വായിക്കണവരുണ്ട്.
4 മണിക്ക് മുമ്പേ വായിക്കണവരുടെ എത്ര സമയം സന്ധ്യയ്ക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇതിഹാസ പുരാണാനി ചുണ്ടന്തം മംഗളാനിച്ച, ഭഗവാന്റെ കേട്ടാലും അവസാനമില്ലാത്ത കഥകൾ. പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ കേവലം കഥകൾ മാത്രമല്ല, ഒട്ടേറെ അതൊരു ഉപാസനയാണ്. വായിക്കുക, പാരായണം ചെയ്യുക, അതൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു. അസന്തം ഹാസ്യകഥയാ കഥാചിത് പ്രിയ ഗൃഹേ, തമാശകൾ പറഞ്ഞിരിക്കുന്നതായിട്ടും നാരദൻ കണ്ടു. ഗൃഹസ്ഥന്മാർ സാധാരണ ജീവിതമൊക്കെ അങ്ങനെ ഗൃഹസ്ഥക്കുറി എന്ന് വെച്ചാൽ ഈശ്വര വിഷയം അങ്ങനെയാണോ? അങ്ങനെയല്ല. സാധാരണ തമാശകൾ, ഹാസ്യങ്ങൾ, ഫലിതങ്ങൾ ഇതൊക്കെ പറഞ്ഞ് ഉല്ലസിച്ച് നേരം കളയുന്നതും നാരദൻ കണ്ടു. അപ്പം അതും വേണം, ഗൃഹസ്ഥനാവുമ്പോൾ അതും വേണം, അല്ലെങ്കിൽ മഹാമുഷിപ്പാവും ഇല്ലേ? മറ്റുള്ളവർക്ക് ധ്യായന്തമേകമാസീനം പുരുഷം പ്രകൃതേ പരം, കുറച്ച് നേരം ധ്യാനത്തിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് കണ്ടു. മെഡിറ്റേഷൻ വളരെ മസ്റ്റായിട്ട് ചെയ്യണം. രാവിലെ എണീറ്റാൽ കുറച്ച് നേരം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. അത് ജപിക്കും വായിക്കൊന്നുമല്ല, കണ്ണടച്ചിരുന്ന് നിശബ്ദമായിട്ട് ഒരു ധ്യാനം ശീലിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. അതാണ് ഇവിടെ ഏകമാസീനം പുരുഷം പ്രകൃതിപരം, ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നങ്ങനെ ഉറപ്പിക്കുക. ശുശ്രൂഷന്തം ഗുരും കാപി കാമേ ഭോഗേ സവര്യ, ഗുരുനാഥന്മാരെ ശുശ്രൂഷിക്കുന്നതായിട്ട് കണ്ടു. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഗുരു ഈശ്വരനാണെന്നും പറഞ്ഞിട്ട് ഗുരുവിനെ നമസ്കരിക്കുക, അനുഗ്രഹം മേടിക്കുക, അതൊക്കെ ചെയ്യുന്നതായിട്ട് ചില ആൾക്കാരെ ഊണ് കഴിഞ്ഞ് പറഞ്ഞയക്കുന്നതായിട്ട്, അന്നദാനത്തിന് വിളമ്പി കൊടുക്കുന്നതായിട്ട്, വൃക്ഷങ്ങൾ വെക്കുന്നതായിട്ട്, അവിടെ ശ്രമം, ആ വൃക്ഷം അവിടെ വയ്ക്കുക, ഈ വൃക്ഷം ഇവിടെ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലവരെയും യാത്ര അയക്കുന്നതായിട്ട്, പലരെയും കൂപാരാമമടാദിപി, കൂപം ആരാമം കിണർ കുഴിപ്പിക്കുക, ഇതൊക്കെ പൂർത്തമായിട്ടുള്ള കർമ്മങ്ങളാണ്. കിണർ കുഴിപ്പിക്കുക, വൃക്ഷം വയ്ക്കുക, ചില ആശ്രമങ്ങൾ പണിയിക്കുക, കെട്ടിടം പണിയിക്കുക, അന്നദാനം മുതലായിട്ടതൊക്കെ വേണ്ടിയിട്ടുള്ള കെട്ടിടം പണിയിച്ച് കൊടുക്കുന്നതും കിണർ കുഴിപ്പിക്കുന്നതായിട്ടും നാരദൻ കണ്ടു. ഇത്രയും അന്തപ്പുരത്തിൽ കയറി ഇറങ്ങി പറഞ്ഞപ്പോഴേക്കന്നെ നമുക്ക് ഇത്രയായി കണ്ടോ. പറയാൻ തന്നെ 20 മിനിറ്റ് എടുത്തു വെച്ചാൽ ഇത് ചെയ്യാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും. നാരദൻ വല്ലാതെ ക്ഷീണിച്ചു എന്നാണ്. അവസാനമായപ്പോഴേക്ക് പരീക്ഷിക്കാൻ വരേണ്ടിയിരുന്നില്ല എന്നായി. ഭഗവാനെ പരീക്ഷിക്കാൻ പാടുമോ? അതോ വാചകൃഷീകേശം നാരദ പ്രഹസന്നിവ യോഗമായോദയം വീക്ഷ്യ മാനുഷീമീഷോ ഗതിം വിധാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം. വളരെ വിഷമമുള്ളൊരു മായ, ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ പറ്റാത്ത മായാവിലാസം സർവേശ്വര ഞാൻ കണ്ടു. അങ്ങാരാണെന്ന് ഇപ്പൊക്കെ അല്ലെങ്കിലും അറിയാമെങ്കിലും ഇതുകൊണ്ട് ഒന്നും കൂടി ഇതാ വ്യക്തമായിരിക്കണു. യോഗേശ്വരാത്മൻ നിർപ്പാദ ഭവത്പാദ നിഷേവയ അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസപ്ലുതാൻ പര്യടാമിതവോക്കായൻ ലീലാംബുവന പാവനി. എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, എന്താ? ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള അങ്ങയുടെ മഹത്വം എല്ലാവരോടും പറഞ്ഞു നടക്കാനുള്ളൊരവസരം എനിക്ക് തരണേ. നാരദന് വേറെ ആഗ്രഹമൊന്നുമില്ല, ഒരാഗ്രഹവും ഇല്ല. പക്ഷെ ആ നാരദനും ഈ ഒരു ആഗ്രഹം ഉണ്ടായി. എന്താ? ഇവിടെ കണ്ടതായിട്ടുള്ള ഭഗവത് മാഹാത്മ്യം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ആനന്ദിക്കുക. അതിൻ്റെ ഒരു സുഖം ഈ ലോകത്തിൽ വേറെ ഏത് സ്ഥാനത്ത് ഇരുന്നാലും ഉണ്ടാവുക, അത് പറയാം. അതുകൊണ്ട് അതിനുള്ളൊരു അനുഗ്രഹം സർവേശ്വര ഈ ഉള്ളവന് തരണേന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മൻ ധർമ്മസ്യ വക്താഹം കർത്താ തദനുമോദിത തച്ചിച്ചയൻ ലോകമിമം ആസ്ഥിത പുത്രമാഹിത. അത് നമുക്കൊക്കെ ഉള്ള പാഠാണ്. ഞാൻ ധർമ്മം പറയല്ല നാരദ, അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന ആളാണ്. പറയലൊന്ന്, പ്രവൃത്തി വേറെ. അതെൻ്റെ പദ്ധതിയല്ല. തച്ചിക്ഷയൻ ലോകം, അത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുത്ര നീ വിഷമിക്കൊന്നും വേണ്ട. അവിടെ പുത്ര എന്ന് വിളിച്ചു. പുത്ര മാഖിത, ദുഃഖിക്കണ്ട. നേരത്തെ ബ്രഹ്മൻ എന്നാണ് പറഞ്ഞത്, ഇവിടെയോ പുത്ര എന്ന് വിളിച്ചു. അപ്പോൾ ശരിക്കും നാരദൻ്റെ ഒരു കുട്ടിയെ പോലെ ഈ ഭഗവാന്റെ മുമ്പിൽ കേമായിട്ട് പരീക്ഷിക്കാമെന്നൊക്കെ വന്നപ്പോഴാണ് ബ്രഹ്മൻ എന്ന് വിളിച്ചതേ. ഇപ്പോഴോ താനൊന്നുമല്ല എന്ന് തോന്നി നാരദൻ. അപ്പോൾ പുത്ര ഖേദിക്കണ്ട എന്നങ്ങനെ സദ്ധർമ്മങ്ങളെ അനുഷ്ഠിച്ച് അത് ലോകത്തിൽ കാണിച്ചു കൊടുക്കുക എന്ന ഒരു ഇതാണ്, രീതിയാണ് ഭഗവാന്റേത്. എന്തൊക്കെ താൻ പറഞ്ഞാലും അതൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പറയലൊന്ന്, പ്രവൃത്തി ഒന്ന്, അങ്ങനെയല്ല.
ഒരാൾ മേടയിൽ പ്രസംഗിച്ചു, ഞാൻ അതായത് മുളകുഷിയൊന്നും ഈ ചിരങ്ങിയ കൂട്ടാൻ പാടില്ല. ചിരങ്ങിയ പണ്ട് നിഷിദ്ധമാണത്രേ അമ്പലവാസികൾക്കും ബ്രാഹ്മണർക്കുമൊക്കെ. അവിടെ ചിരങ്ങിയ കുറച്ച് രാജസാണ് ഭക്ഷണം. ഇയാളുടെ വീട്ടിൽ പോയി അന്നൊരു ശ്രോതാവ് അവിടെ ഇത് കൂട്ടാൻ വെച്ചപ്പോൾ, നിങ്ങളല്ലേ ഇപ്പം നേരത്തെ പറഞ്ഞ അതൊന്നും ബ്രാഹ്മണർ കൂട്ടില്ല എന്ന്. അത് സ്റ്റേജിലത്തെ ചിരങ്ങിയ, അത് വീട്ടിലത്തെ ചിരങ്ങിയാന്ന് പറഞ്ഞു. സ്റ്റേജിലത്തെ ചിരങ്ങിയും വീട്ടിലത്തെ ചിരങ്ങിയും വേറെ ഉണ്ടാവാൻ പാടുമോ? അവിടെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലേശാംശമെങ്കിലും നമ്മൾ അത് അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലേ? അല്ലെങ്കിൽ ഈ പറയണത് ആരും ഉൾക്കൊള്ളില്ല. അത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. പുരാണങ്ങൾ വീട്ടിൽ വായിക്കണം, പറയണം. നമ്മൾ പറഞ്ഞാൽ അത് വീട്ടിൽ നമ്മളാദ്യം വായിക്കണം, അല്ലെങ്കിൽ നമുക്കത് പറയാനുള്ള അർഹതയില്ല. അപ്പോൾ അത് അനുഷ്ഠിക്കുക എന്നുള്ളതും കൂടി പ്രധാനമാണ്. എല്ലാ കാര്യവും അതെ, അത് മാത്രമല്ല എല്ലാം നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പറയുമ്പോൾ നമ്മളത് അനുഷ്ഠിക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരിക്കലും ഒരു അമ്മ കുട്ടിയെ കൊണ്ട് കൊടുന്നിട്ട്, കുട്ടിക്ക് ശർക്കര ധാരാളം തിന്നണ സ്വഭാവമുണ്ട്, സ്വാമി അതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് വരൂ. ഒരാഴ്ച കഴിഞ്ഞ് വന്നു, അതിനുള്ള മാർഗം പറഞ്ഞു കൊടുത്തു, കുട്ടിയെ നിർത്തുകയും ചെയ്തു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞേ? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ശർക്കര തിന്നണ സ്വഭാവം ഉണ്ടായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞാൽ ഒരു ശർക്കര പൊട്ട് വറ്റ് വായിലിടുക. ഞാനത് ആദ്യം മാറ്റിയിട്ട് വേണ്ടേ മറ്റൊരാൾക്ക് ഉപദേശിക്കാൻ? അതിന് കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപദേശിക്കുന്നവരും മറ്റൊരാളോട് പറയുന്നവരും ആദ്യം അത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിക്കണം എന്ന തത്വമാണ് നാരദ പരീക്ഷ. നല്ലൊരു തത്വമാണത് കൂടെ, കേവലം ഒരു കഥയല്ല. ഏവം മനുഷ്യപദവീമനുവർത്തമാനോ നാരായണോ ഹിലഭവായ ഗൃഹീതശക്തി രേമേങ്കഷോടചസഹസ്രവരാംഗനാനാം സവ്രീഡ സൗഹൃദ നിരീക്ഷണകാസജുട്ട. ഇങ്ങനെ ഭഗവാൻ മനുഷ്യപദവിയെ ആശ്രയിച്ച് മനുഷ്യദേഹം കൈക്കൊണ്ട് 16,000 പത്നിമാരോടൊപ്പം അതിലൊക്കെ 14 പുത്രന്മാരെ ജനിപ്പിച്ച് ലോകധർമ്മത്തിനനുസരിച്ചിട്ട് തന്നെ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുത്തു. യാനീക വിശ്വവിലയോത്മവൃത്തിഹേതു കർമ്മണ്യനന്ന വിഷയാണികരിച്ചകാരം എത്തംഗാഹിതശിണോത്തനുമോദേവ ഭക്തിർഭവേ ഭഗവതിക്കപവർഗമാർഗേ. കാഥടയൊക്കെ ബലശ്രുതി ഭാഗവതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗം കിട്ടും, രത്നമില്ലാത്ത രത്നം കിട്ടും, സ്വർണം കിട്ടും, ഒന്നും പറയില്ല ഭാഗവത്. അതൊന്നും പല്ല. ഭക്തിർ ഭവേത് ഭഗവതി അപവർഗമാർഗേ. എല്ലാ ദുഃഖത്തിൽ നിന്നും ഒറ്റയടിക്ക് മോചനം കിട്ടുന്ന ഭക്തി ഉണ്ടാവും. അതാ ബലശ്രുതി. ഇതിപ്പോൾ ആർക്ക് വേണം? സാധാരണ ഒരാൾ അങ്ങനെ ചിന്തിക്കും, പക്ഷേ അതിൻ്റെ മഹത്വം അറിഞ്ഞവർ അതിൻ്റെ മഹത്വം കാണും. എല്ലാ സംസാര ദുഃഖത്തിൽ നിന്നും ഒറ്റയടിക്കുള്ള മോചനം വേണോ? കുറച്ച് സ്വർണം വേണോ? ബുദ്ധിമാന്മാരെന്ത് പറയും? ഒറ്റയടിക്കുള്ള മോചനമാണ് വേണ്ടത്. സ്വർണം കിട്ടിയിട്ട് കാര്യമില്ല, പിന്നെ അതുകൊണ്ട് ദുഃഖിക്കാനാ വഴിയിച്ചാലോ? അത് ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടിയാലും ദുഃഖം ഉണ്ടാവും. അതല്ല, ഒറ്റയടിക്ക് എല്ലാ സംസാരത്തിനും നമ്മുടെ മനസ്സിനെ കയറ്റുന്ന മാർഗം അതല്ലേ വേണ്ടത്. ഇതൊക്കെ ഈശ്വരനിലാണ് സമർപ്പിക്കുക. നമ്മളെ ഭഗവാൻ കാണിക്കുന്ന വഴി കൂടെ നമ്മൾ ജീവിക്കുക. നമ്മൾ എന്നെ വഴിക്ക് വേണമെന്ന് പറയാൻ പോകണ്ട. അപ്പോൾ ബാധ്യത നമുക്കാവും. ഭഗവാനെ എന്നെ നടത്തണേ, ഒറ്റ പ്രാർത്ഥനയിൽ എത്ര വേഗം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഭക്തി മനസ്സിലുണ്ടാവും. ഇത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞ് സമയം കളയുന്നവർക്ക് അതൊരു വേസ്റ്റല്ല എന്നർത്ഥം. മറ്റതൊക്കെ വേസ്റ്റാണ് അല്ലേ? ഇപ്പം പറഞ്ഞാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും, പിന്നെ ദോഷം ഉണ്ടാവുക. തൽക്കാലം ഗുണം കിട്ടിയാൽ കിട്ടി, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അതിന് പകരം നമ്മളെ സംസാരത്തിൽ നിന്ന് തന്നെ കുറച്ച് സമയമെങ്കിലും അതിന്ന് വിട്ടു നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ധനമാണ്, വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അതിന് അവസരവും കിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാനും പറ്റില്ല. അപ്പോൾ ഈ കഥകൾ പറയുന്നവർക്ക് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം എന്താണ്? അപവർഗമാർഗത്തിലുള്ള ശ്രദ്ധ, ഭക്തി, അത് ഉറപ്പിക്കുക. കൂടുതൽ കൂടുതൽ ഭക്തി കിട്ടും എന്നുള്ളതാണ് ഫലശ്രുതി പറഞ്ഞ് നാരദ പരീക്ഷ എന്ന കഥാഭാഗം അവസാനിപ്പിക്കുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.